പാണ്ഡിപ്പിറ്റ, ആഗ്നസ് റോബർട്ട് ഗ്രേസ് ജോർജ് പേവരമണ്ണി, സാറാമ്മ ഡേവിഡ് കല്ലുകുഴിയിൽ, ക്ലാരമ്മ ജോസഫ് തോമ്പിലേത്ത്, മാത്യു സി ജോസഫ് തോമ്പിലേത്ത്, ടോം സി ജോസഫ് തോമ്പിലേത്ത്, സെബാസ്റ്റ്യൻ വർഗീസ് തോമ്പിലേത്ത്, ഷിജു തോമസ് തോമ്പിലേത്ത്, ഷിനു തോമസ് തോമ്പിലേത്ത്. ദൈവമേ, എല്ലാ ആധ്യാത്മിക നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങളുടെ വിനീത ദാസരുടെ ആധ്യാത്മിക അഭിലാഷങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ പ്രചോദിതരായി നല്ലതും നേരായതും മാത്രം നിർവഹിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഇവരുടെ കുടുംബങ്ങളെയും ലൂർദ് മാതാവിന്റെ മാധ്യസ്ഥത്താൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, അങ്ങയുടെ വരദാനങ്ങൾ ഞങ്ങളുടെ മേൽ സമൃദ്ധമായി അങ്ങ് ചൊരിയുന്നുവല്ലോ. അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി ഈ തിരുനാൾ ആഘോഷിക്കാൻ ഞങ്ങളെ ഒരുക്കിയതിനും നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങ് ഞങ്ങളെ കാരുണ്യപൂർവ്വം കാത്തു സൂക്ഷിച്ചു. ഇനിയുള്ള കാലവും അങ്ങയുടെ സ്നേഹ പരിപാലനയിൽ നിരന്തരം നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പരിശുദ്ധ ലൂർദ് മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഇപ്പോൾ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ കിരീടധാരണമാണ്. ഇന്ന് കിരീടധാരണം നടത്തുന്നത് ജോഹാൻ വി ജോസഫാണ്.
ഇന്നത്തെ തിരുവലിയിൽ പരിശുദ്ധ ലൂത്ത് മാതാവിന്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നത് സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് വർക്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് വർക്സിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, പ്രത്യേകമായി നമ്മുടെ വായിക്കുന്ന തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ തിരുനാളിന്റെ കർമ്മങ്ങളിലൂടെ നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ദേശം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം സന്നിധി നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവനോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവനവരോട് പറഞ്ഞു, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിലെന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവനോട് പറഞ്ഞു, ഘോഷായി രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാൻ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്ന ഏവനും. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഭവിക്കട്ടെ. ഈ ദിവസങ്ങൾ വലിയ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ജാനുവരി മാസം മുതൽ 11 വരെ വിശുദ്ധ ചെറിയ കൊണ്ടാടുന്നു. അതിനുശേഷം നമ്മുടെ സംഗീത ക്ഷേത്ര ഹൈന്ദവ മക്കൾ അവരുടെ പെരുന്നാളാണ്. അതേസമയം നമ്മുടെ ഈ പരിശുദ്ധമായ ദേവാലയങ്ങളിൽ ലൂത്ത് മാതാവിന്റെ പെരുന്നാൾ ഫെബ്രുവരി മാസം മുതൽ വരെ കൊണ്ടാടുന്നുണ്ട്. ഈ ചെറിയ ജാനുവരി മുതൽ ഫെബ്രുവരി 15 വരെ ആഘോഷങ്ങളുടെ
സമയം ദൈവത്തിലേക്ക് നമ്മളേറെ അടുക്കുന്ന ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിച്ചതുകൊണ്ടാണ് ഈ 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നിങ്ങളൊന്ന് വന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എടാ, എല്ലാവരെയും പീഡിപ്പിച്ച് നടന്നവനെ അവസാനം പിടിച്ച് പീഡിപ്പിക്കുവാനും കൊല്ലുവാനും വേണ്ടി യഹൂദർ പ്ലാൻ ചെയ്തു. പക്ഷേ അവൻ അവിടെ നിന്ന് കർത്താവിന്റെ വലിയ സംരക്ഷണത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവിനോടൊപ്പം നിന്ന് കർത്താവിനെ കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വലിയ സംരക്ഷണം നമ്മൾ അനുഭവിക്കുകയുള്ള ദൈവമക്കളെ. വീണ്ടും രണ്ടാമത് എന്താണ്? അവൻ ഒന്നും ഭക്ഷിക്കുകയോ അവനൊന്നും ഭക്ഷിച്ചില്ല. മൂന്നാമത്തത് അവനൊന്നും പാനം ചെയ്തില്ല. നമ്മുടെ 4 മുതൽ 10 വരെയുള്ള വചനമാണ്. 4-ാമത്തെ വചനവും 8ഉം 9ഉം വചനങ്ങളുമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. 4-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ശരീരത്തിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കണം ഒരു ക്രിസ്ത്യാനി. എങ്കിൽ മാത്രമേ അവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തൂ. വീണ്ടും 8-ാമത്തെ വചനം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 8-ാമത്തെ വചനം വായിച്ചേക്കാം. ശരീര പ്രവണതകളിൽ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എന്ന് കേട്ടോണേ. അവർ നിത്യജീവനാവകാശികളാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിലും ഇപ്പോഴെല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും പ്രത്യേകിച്ച് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ കത്തോലിക്കാർക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനാപ്പന്മാർക്ക് വേണ്ടിയും പൂന്മാർക്ക് പത്രാപുരത്തായ്ക്ക് വേണ്ടിയും കത്തിവിശ്വാസികളെ പീസ്കോപ്പാന്മാർക്ക് വേണ്ടിയും അശിഷ്യന്മാർ എല്ലാവർക്കും വേണ്ടിയും വിശ്വസഭാംഗത്തിന് വേണ്ടി കർത്താവിടെ നാം പ്രാർത്ഥിക്കുന്നു. അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ
തിരുമുൻപാകെ മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന നിന്റെ ആരാധന ഈ സദസ്സിനെ ആശ്വസിക്കണമേ. നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരും കൊടുക്കുന്നവരും കൈക്കൊള്ളുന്നവരും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്നവരിലും സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇതിന്റെ ദിനമാണ്. കാരണം ആദ്യമായിട്ടാണ് ദിവ്യബലി മലങ്കര രീതിയിൽ ഞാൻ പങ്കുകൊള്ളുന്നത്. സീറോ മലബാർ രീതിയിൽ ഞാൻ 1 വർഷക്കാലം ഫിലോസഫി പഠിക്കുന്ന കാലത്ത് മിനിസ്ട്രി ചെയ്തിരുന്നത് കൊണ്ട് 1 വർഷം മുഴുവൻ സീറോ മലബാർ കുർബാനയിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് മലങ്കര രീതിയിൽ കുർബാനയിൽ പങ്കുകൊള്ളുന്നത്. വലിയൊരു അനുഗ്രഹമാണ്. ഇത് ഇരട്ടി അനുഗ്രഹമായത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജോണച്ചന്റെ കുർബാനയിൽ പങ്കുകൊള്ളാൻ സാധിച്ചത് അത് ഒരു ഇരട്ടി അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. അതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് 6ാം ദിനമാണ് നമ്മുടെ തിരുനാളിന്റെ. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഇടവക കുടുംബത്തിലേക്ക് കടന്നു വരികയും വളരെ മനോഹരമായി ദിവ്യബലി അർപ്പിച്ച് വളരെ ശക്തമായ രീതിയിൽ വചന പ്രഘോഷണം നടത്തുകയും നമ്മൾ വചന പ്രഘോഷണ സമയത്ത് നമ്മൾ ഒരുപാട് ചിരിച്ചു. വളരെ രസകരമായ രീതിയിലാണ് അച്ഛൻ വചന പ്രഘോഷണം നടത്തിയത്. പക്ഷേ നമ്മൾക്കറിയാം ഓരോ വാക്കും എത്ര ശക്തമായിട്ടാണ് ബഹുമാനപ്പെട്ട ജോണച്ചൻ അത് നമുക്ക് വിശദീകരിച്ചു തന്നത്. ദൈവവചനം ഒരു ധ്യാനം കൂടിയ ആത്മീയ നവീകരണം നടത്തിയ നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്ന് പോയത്. ഒരുപക്ഷെ അച്ഛൻ ആദ്യം പറഞ്ഞത് ഈ ദിനങ്ങൾ ഒരുപക്ഷെ നമ്മൾ അറിവിന്റെ ദിനങ്ങളാക്കി മാറ്റാറുണ്ട്, പ്രസംഗങ്ങളിലൂടെ പ്രത്യേകിച്ച്. പക്ഷേ ഒരിക്കലും ഒരു രൂപാന്തരീകരണത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുവാൻ എനിക്കും നിങ്ങൾ ഈ ദിനങ്ങൾ ഒരു രൂപാന്തരീകരണത്തിന്റെ ഒരു മാറ്റത്തിന്റെ ദിനങ്ങളിലൂടെ ദൈവാനുഭവത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ജോണച്ച, ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത ഞങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വൈദികനാണ്. ഞാൻ വന്നിട്ട് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ കുടുംബത്തിനും വലിയ ഒരു അനുഗ്രഹമാണ്. അച്ഛന്റെ സ്നേഹത്തിന്, അച്ഛന്റെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഒരു നല്ല കൈയോടും അതോടൊപ്പം അച്ഛന്റെ കൂടെ കടന്നു വന്ന്
സഹകരിച്ചവരെയും ഗായക സംഘത്തെയും സെന്റ് ജൂഡ് ഇടവകയിൽ നിന്ന് വന്ന നിങ്ങളെ എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇന്നത്തെ നൊവേനയ്ക്കും പ്രസിദ്ധന്തിമാരായും മാതാവിനെ കിരീടം ധരിപ്പിച്ചവരും ദിവ്യബലിയിൽ പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി ഏറ്റെടുത്ത് നടത്തിയവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് പൊതു കാഴ്ചവയ്പ്പായിരുന്നു. ഇടവക ജനങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇന്ന് നേതൃത്വം നൽകേണ്ടിയിരുന്നത്. ഇന്നലെ രാത്രി മുതൽ എന്നെ അലട്ടിയ ഒരു ചിന്ത, ആരായിരിക്കും ഇന്ന് പള്ളിയും പരിസരവും വൃത്തിയാക്കാൻ ആവശ്യപ്പെടേണ്ടത്? ആര് കടന്നു വരും? കാരണം യൂണിറ്റ് എല്ലാം ഗ്രൂപ്പ് എല്ലാം തീർന്നു. ഇന്ന് പൊതു ക്ലീനിങ് ആയിരുന്നു, പൊതു നേതൃത്വമായിരുന്നു. പക്ഷെ എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിനമായിരുന്നു. കാരണം ഉച്ചയ്ക്ക് കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ നമ്മുടെ കുറച്ച് അമ്മച്ചിമാർ വന്ന്, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും അറിഞ്ഞ് അവർ വന്ന് പള്ളിയും പരിസരവും വൃത്തിയാക്കി. പ്രത്യേകിച്ച് മറിയക്കുട്ടി പത്രോസ് കൊച്ചുപ്ലാവിലെയും, മറിയക്കുട്ടി കൊച്ചുപ്ലാവിലെയും, അന്നമ്മ കൊച്ചുപ്ലാവിലെയും, ലത്സമ്മ കൊച്ചുപ്ലാവിലെയും, ജെയിംസ് TC ദേവരമണ്ണി, ലിസി ജോസ്, റോസറി കോട്ടേജ് എന്നിവർ ആവശ്യപ്പെടാതെ കടന്നു വരികയും പള്ളിയും പരിസരവും വൃത്തിയാക്കിയതിന് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. നാളെ തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകേണ്ടതും പള്ളിയും പരിസരവും വൃത്തിയാക്കേണ്ടത് യുവജ്യോതി KCYM ആണ്. എല്ലാ യുവജനങ്ങളും നാളെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുകയും പള്ളിയും പരിസരവും വൃത്തിയാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് അച്ഛന്മാരുടെ ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിനി സിംസനാണ്. സിനി സിംസനെയും കുടുംബത്തെയും ഇടവകയുടെ നന്ദി അർപ്പിക്കുന്നു. നാളെ 5:30 തന്നെ എല്ലാവരും ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ ഉചിതമാവുകയില്ലല്ലോ. പ്രിയപ്പെട്ട സിജേഷച്ചൻ വളരെ സ്നേഹത്തോടുകൂടി സിജോട് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെയും കൊല്ലകടവ് ദേവാലയത്തിന്റെയും വികാരി എന്നുള്ള നിലയിൽ എന്നെ ക്ഷണിക്കുകയും ഈ തിരുനാളിന്റെ മഹാകർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാൻ മലങ്കര ആരാധന ക്രമമനുസരിച്ച് ജീവിക്കുന്ന കത്തോലിക്കരായ ഞങ്ങളെയും ഇടയാക്കി പ്രത്യേകം പ്രിയപ്പെട്ട സിജേഷച്ചനോടുള്ള നന്ദിയും സ്നേഹവും മലങ്കര മക്കളായ ഞങ്ങൾ പ്രത്യേകിച്ച് സിജോട് മലങ്കര കത്തോലിക്ക ദേവാലയം മാത്രമല്ല, എന്റെ രണ്ടാമത്തെ ദേവാലയമായ സെന്റ് ആഗ്നസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ മക്കളും ഇവിടെ സന്നിഹിതരാണ്. ഞങ്ങളുടെ 2 ഇടവക കൂട്ടായ്മയുടെ കീഴിലുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും പ്രിയപ്പെട്ട സിജേഷച്ചനോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പെരുന്നാൾ കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ വിശ്വാസികളും ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒപ്പം തിരുനാളിന്റെ എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും പരിശുദ്ധ ദൈവമാതാവായ മാതാവിലൂടെ അനേകം അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.